ചില വിസ ഓഫീസേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ഇട്ട് തരും. OPT CPT പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. ബാങ്ക് ലോൺ മെൻഷൻ ചെയ്യുന്ന സത്യം പറഞ്ഞ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് I-20 മെൻഷൻ ചെയ്യും. അത് ആക്ച്വലി ഇറ്റ്സ് എ വെരി ബിഗ് പ്ലസ് on your DS-160 as well as your visa interview. ബേസിക്കലി നമുക്ക് അങ്ങനെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ ഈ പുറത്ത് പോയിട്ട് റിസ്ക് എടുത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ്. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് യു ഷുഡ് ഓൺലി സ്റ്റഡി. Focus on your studies. പലരും വിചാരിക്കും നമ്മൾ ഈ ബാങ്ക് ലോണിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആവുമെന്ന് പലപ്പോഴും സംശയമുണ്ട്. പലർക്കും സംശയമുള്ളതാണ്. US പോയി ഒരു 50 lakhs സ്പെൻഡ് ചെയ്ത് നമ്മുടെ കരിയറിൽ നിന്ന് ഒരു 2 years ഗ്യാപ്പ് എടുക്കാന്ന് പറയുന്നത് ഈസ് ഇറ്റ് റിയലി വർത്ത് ഇറ്റ്? അവരുടെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മിനിമം റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ തീസിസ് അത് PhD അവർ ചെയ്തേ പറ്റുള്ളൂ. അവർ ആക്റ്റീവ് റിസർച്ച് ഫെലോസും ആയിരിക്കണം. എല്ലാ വിസ ഓഫീസേഴ്സും ബൈ ഡിഫോൾട്ട് നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യണമെന്നുള്ള ഇതിൽ തന്നെയാണ്. യു ഡോണ്ട് ഡിസേർവ് ടു ബി ഇൻ ദ US എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുക. USൻ്റെ ടെക് ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻസും വേണം. അത് വേറൊരു റിയാലിറ്റിയാണ്. പേരൻസിന് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്കത് കാണിക്കാവുന്നതാണ്. ചുറ്റും ഉണ്ടായിരുന്നവരൊക്കെ റിജക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാനും ഏതാണ്ട് മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു റിജക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, അപ്പോൾ വിസ ഇൻ്റർവ്യൂ ആണ് ഇതിനകത്ത് ഏറ്റവും ടഫസ്റ്റ് പാർട്ട് അല്ലേ? റാദർ ദാൻ ഗെറ്റിംഗ് ആൻ അഡ്മിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇതൊന്നുമല്ല. ഏറ്റവും ടഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് വിക്ടോറിയാസ് ഹെൽപ്പ് ചെയ്തത്? മോക്ക് സെഷൻസ് തന്നോ? അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇന്ന കാര്യങ്ങൾ പറയണം, ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ക്ലാസ്സസ് തന്നായിരുന്നോ? ഉറപ്പായിട്ടും എനിക്ക് എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഒരു മോക്ക് സെഷൻ തന്നിട്ടുണ്ടായിരുന്നു വിക്ടോറിയാസ് എന്ന്. അതിൽ തന്നെ നമ്മൾ ആദ്യം തുടങ്ങി നമുക്കൊരിക്കലും അത് ബൈഹാർട്ടാക്കാൻ പറ്റില്ല. കാരണം ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ഭയങ്കര മെക്കാനിക്കലായി പോകും. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന റോബോട്ട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. അത് ബിഗ് നോ ആണ്. അപ്പോൾ ആദ്യം തന്നെ മോക്ക് സെഷൻസിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡയലോഗ് ഫ്ലോ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിരിക്കണം. ഇടയ്ക്ക് വെച്ച് നമ്മൾ മെമ്മറൈസ് ചെയ്ത ആൻസർ ആണെന്നോ നമ്മളിതിൽ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത ആൻസർ ആണെന്നുള്ള ഒരു തരത്തിലുള്ള ഇംപ്രഷനും കൊടുക്കാൻ പാടില്ല. പക്ഷെ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിപ്പറേഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു 10 ലൈൻ ബൈഹാർട്ട് ചെയ്യാനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻഷൻ നമ്പർ 1, നമ്മുടെ കോഴ്സ്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, പറ്റുവാണെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, അവരെന്ത് റിസർച്ചാണ് ചെയ്യുന്നത്, അവരെന്ത് ടോപ്പിക്കിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പിന്നെ ക്യാമ്പസിൽ തരുന്ന സിലബസ്. ഞാൻ പറഞ്ഞ പോലെ ഓരോ സിലബസും ഡിഫറെൻ്റ് ആയിരിക്കും, യൂണിവേഴ്സിറ്റി വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഈവൻ ദോ സെയിം കോഴ്സ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, അത് നമ്മുടെ കരിയറിനെ, നമ്മുടെ ഫ്യൂച്ചറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട്, അത് പിന്നെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫാൻസി വേർഡ്സ് ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളങ്ങനെ പറയുമ്പോൾ തന്നെ ഇവനൊക്കെ അതാണ് നേറ്റീവ് സ്പീക്കർ അല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വന്നാലും നമ്മുടേതായിട്ടുള്ളൊരു ടങ്ക് അതിലുണ്ടാവും. അതൊക്കെ മറച്ച് മാസ്ക് ചെയ്ത് വെച്ചിട്ട് ഭയങ്കര ഫാൻസി വേർഡ്സ്, ഇങ്ങനെ ഒരു വേർഡ് സാലഡും അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ അത് പാടില്ല എന്ന് ആദ്യമേ മോക്ക് സെഷൻസിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മൾ പറഞ്ഞത് നന്നായി എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇപ്പോൾ US അറിയാമല്ലോ, നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ വന്നാൽ ആ F1 വിസയിൽ തന്നെ നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ ഓപ്ഷനുണ്ട്. നമ്മുടെ ഇൻറ്റൻഷൻ, അതായത് 2 രീതിയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വിസ ഓഫീസർ 2 രീതിയിൽ ചിന്തിക്കാം. അതിൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ. OPT എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു സാധാരണ ടെക്നിക്കൽ ഫീൽഡ് അല്ല എന്നുണ്ടെങ്കിൽ 1 ഇയറും സ്റ്റെം ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ 3 ഇയറും ആണെന്നാണ് എനിക്ക് തോന്നുന്നു. 2+1 എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി നമുക്കങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അത് ഇൻ യുവർ ഫേസ് ഇൻറ്റൻഷൻ കാണിക്കരുത്. എന്ന് വെച്ചാൽ വിസ ഓഫീസറുടെ മുഖത്ത് അത് വേണ്ടി ഞാൻ OPT ഓപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കക്ഷി
ഇവിടെ ഡെഫിനറ്റ്ലി നിൽക്കാൻ അവർക്ക് അറിയാം നമുക്ക് അത് ചെയ്യാനാ താല്പര്യം എന്നും. അതാണ്. പക്ഷെ എന്നാ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അവരോട് പറയാനും പാടില്ല. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് ഇട്ട് തരും. അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ OPT CPT പറ്റി അറിയാലോ. CPT എന്ന് പറഞ്ഞാൽ കരിക്കുലർ പാക്കേജ്, നമ്മൾ ഈ ഇന്റേൺഷിപ്പൊക്കെ പറയില്ലേ, ഉം. അത് ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യലി തീരെ ഡൗൺ ആയി. ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20 hours per week ഫസ്റ്റ് ഇയർ പറ്റില്ല എന്ന് തോന്നുന്നു. അതെ. 3rd സെമസ്റ്റർ തുടങ്ങി നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ. യെസ്. പിന്നെ 2 year CPT എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ Day 1 CPT നമുക്ക് എടുക്കാം. ലാൻഡ് ചെയ്യുന്ന ദിവസം തന്നെ CPT നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ OPT ഓട്ടോമാറ്റിക്കലി ആ പ്രൊവിഷൻ ക്യാൻസൽ ആവും. ഓ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. ചിലപ്പോൾ ചില വിസ ഓഫീസേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ഇട്ട് തരും. OPT CPT പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്. അതും പ്രശ്നം. ഐ ഹവ് ഹേർഡ്. അപ്പോൾ നമ്മൾ പറയാ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യായിരുന്നല്ലോ, ഐ ആം അവെയർ അബൌട്ട് ഇറ്റ്, ബട്ട് ഐ എം നോട്ട് പ്ലാനിങ് ടു ടേക്ക് വൺ ഓഫ് ദം സിംപ്ലി ബിക്കോസ് ഐ ഹാവ് അതർ അംബിഷൻസ്. ദേ ലൈക്ക് എന്താ പറയുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൈ കമ്പനി ഹാസ് സം ബിഗ് പ്ലാൻസ് ഫോർ ഇന്ത്യ എക്സ്പാൻഷൻ. I would much rather take something which is already there for me rather than staying in the US. No, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അതിക്കൊരു നാവിഗേറ്റ് ചെയ്യാം. അതാണ്, അത് ഭയങ്കര കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അറിയില്ല എന്ന് പറയരുത്. അതെ, അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയാന്ന് പറയും വേണം, എന്നാൽ അത് എടുക്കാൻ പ്ലാൻ ഇല്ല എന്നുള്ളത് കൺവിൻസ് ആവേം വേണം. കിട്ടിയാൽ കൊള്ളാം, പക്ഷെ എന്നാൽ അതെന്റെ ഇന്റൻഷൻ അല്ല എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാം. അതെ, വളരെ കാഷ്വൽ ആയിട്ട്. എക്സാക്ട്ലി. അപ്പോൾ ആ രീതിയിൽ വേണമെന്നുള്ളത് മോക്ക് സെഷൻസിൽ അവർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെയിനായിട്ട് വരുന്ന കാര്യം അവർ പറഞ്ഞത് ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് അവിടെ ചെന്നാൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് എപ്പോഴും ഉള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഇവന് ഫണ്ട് വരും? ഇപ്പോൾ പലരും വിചാരിക്കും നമ്മൾ ഈ ബാങ്ക് ലോണിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആവുമെന്ന് പലപ്പോഴും സംശയമുണ്ട്. പലർക്കും സംശയമുള്ളതാണ്. അത് ആദ്യം പറയേണ്ടതേ ഉള്ളൂ. അപ്പോൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ഫാമിലി സേവിങ്സ് ആയിട്ടും നമ്മൾ ഇത്രയും കാലം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ സേവിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സേവിങ്സ് ഉണ്ട്. അതിനുശേഷം ബാങ്ക് ലോൺ മെൻഷൻ ചെയ്യുന്ന സത്യം പറഞ്ഞ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ദീസ് എനിക്ക് ഇത് കൂടെ ഒരു ബാക്കപ്പ് ഉണ്ട്. there is a plan B. അപ്പോൾ അവർക്കറിയാമല്ലോ ബാങ്ക് ലോൺ ചുമ്മാ ബാങ്ക് എന്ന ഇവൻ പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചൊരു ചാരിറ്റിയുടെ ബേസിസിൽ തരില്ല. സോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ബാങ്ക് ലോണിൻ്റെ എമൗണ്ട് വല്ലാതെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചോദിക്കും ഇതിന് വേണ്ടിയിട്ട് എന്ത് കൊളാറ്ററലാണ് നിങ്ങൾ ബാങ്കിൽ പ്ലെഡ്ജ് ചെയ്തത്, മോർഗേജ് ചെയ്തേക്കുന്നത് എന്ത് പ്രോപ്പർട്ടിയാണെന്ന് ചോദിക്കും. അപ്പോൾ കൊളാറ്ററൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞു, അതിൻ്റെ ഡോക്യുമെൻസും കൈ കരുതണം. ഇനി കൊളാറ്ററൽ ഇല്ലാതെ ലോൺ തന്നപ്പോൾ അവർ എന്ത് ബേസിസിലാണ് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് there is someone to support you എന്നുള്ളത് അത് ഒരു പാർട്ട് നമ്മുടെ തന്നെ പ്രൊഫഷണൽ ലൈഫിനെ ബേസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആക്കാം. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുന്നത്, എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സ് MS ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്. ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി പെയ്ഡ് പ്രൊഫഷണൽസ് ഓൾ അറൗണ്ട് ദ വേൾഡ്. എവിടെ പോയാലും ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിൻ്റെ പേയ്മെൻറ്റ് അത്രയും ടോപ്പ് ടിയർ പേയ്മെൻ്റ് ആണ് വെൻ യു കൺസിഡർ ദ ടെക്നിക്കൽ ഫീൽഡ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ബാങ്കിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ റിസ്ക് അസസ്മെൻ്റ് എടുത്തപ്പോഴത്തേക്കും ഹി വിൽ സക്സീഡ് എന്നുള്ളൊരു ഇംപ്രഷൻ കിട്ടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊളാറ്ററൽ ഒന്നും ചോദിക്കാത്തത് എന്നുള്ളത് പറയാവുന്നതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സ്വയം ഇങ്ങനെ പൊക്കി പറയുന്ന പോലെ പറയരുത്. അത് ഈ കോഴ്സിൻ്റെ പ്രത്യേകതയാണ്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പഠിക്കാനുള്ള ഇൻറ്റൻഷൻ അവിടെ ക്ലിയറുമാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യം അവിടെ അതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ കിട്ടുന്ന ഒരു സാധനവും കൂടിയാണ്. അപ്പോൾ ലോണിൻ്റെ കാര്യം പിന്നീട് ഒരു അഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഹോം കൺട്രിയിൽ ഒരു ടൈ ആണ്. അത് അപ്പോൾ നമ്മുടെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ച് വരുമെന്നുള്ളൊരു ഇംപ്രഷൻ അവർക്ക് അപ്പോഴേ കിട്ടിക്കഴിഞ്ഞു.
അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആദ്യം തന്നെ പോയി എനിക്ക് ലോണാണ് എന്നെ മൊത്തത്തിൽ ഫണ്ട് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞളയരുത്. ആദ്യം നമ്മുടെ സേവിങ്സിൻ്റെ കാര്യം പറയുക, പിന്നെ ലോണിൻ്റെ കേസ് പറയുക, അതിനുശേഷം പിന്നീട് സപ്പോർട്ടിങ് ആസറ്റ്സ് ആയിട്ടും ഇമ്മൂവബിൾ ആസറ്റ്സ് ആയിട്ടുണ്ടാവും. ചിലവർക്ക് ഇപ്പോൾ ഗോൾഡ് ആസറ്റ്സ് ആയിട്ടുണ്ടാവും, ചിലവർക്ക് ലാൻഡ് ആയിരിക്കും, ചിലവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്, ഫാമിലി ബിസിനസ് ഉണ്ടാവും. അതേതാണെന്ന് പറഞ്ഞാൽ അതെല്ലാം ലാസ്റ്റ് പറയാം. ആദ്യം മെയിനായിട്ട് പേഴ്സണൽ സേവിങ്സും പിന്നെ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അതൊരു പാറ്റേൺ ആണെന്നുള്ളത് എനിക്ക് അവർ പറഞ്ഞു തന്നു. പിന്നെ ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫില്ലർ വേർഡ്സ് ഉണ്ടല്ലോ, ഇടയ്ക്ക് നമ്മൾ അറിയാണ്ട് നമ്മളത് നേറ്റീവ് സ്പീക്കേഴ്സ് അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളിടയ്ക്ക് വെച്ച് ലൈക്ക്, സോ, ഇറ്റ്, വൈ, ബിക്കോസ്, നോട്ട് ഓൺലി, ഇതുപോലുള്ള അബൌട്ട് ഓൾസോ, അതുപോലെ ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അവർ സഹിക്കും. രണ്ടാമത്തെ ചോദ്യം തുടങ്ങി ഇപ്പോഴും നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യം കത്തും. അല്ല, ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അവർ ഇത് ബൈ ഹാർട്ട് പഠിച്ചു എന്ന് പറയുന്ന ആളാണെന്നുള്ളൊരു ഇംപ്രഷനാവും. അപ്പോൾ ഫില്ലർ വേർഡ്സൊക്കെ പരമാവധി കട്ട് ചെയ്യുക, പറ്റില്ലെങ്കിൽ ഉപയോഗിക്കുക. അതെ, നോ അല്ല, എന്നാലും മാക്സിമം മിനിമൈസ് ചെയ്യുക. ആ കോൺവെർസേഷൻ ഫ്ലോ നാച്ചുറൽ അല്ലാണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ. ആൻഡ് ഐ ഹാവ് ഓൾസോ ഹേർഡ് നമ്മൾ ഈ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പേരായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ NRI ആന്ന് പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഷോർട്ട് ഫോംസ് അവർ ചോദിക്കും what the hell is an NRI എന്ന് ചോദിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലേ? ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം എന്താ, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. എൻ്റെ യൂണിവേഴ്സിറ്റി ഷോർട്ടായിട്ട് പറയുന്നത് CSU എന്നാണ്, ക്ലീവ്ലൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ക്ലീവ്ലൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും CSU എന്ന് തന്നെ പറയുന്നത്. ഐ എം ഗോയിങ് ടു സ്റ്റഡി ഇൻ CSU. ഏത് CSU, എന്ത് CSU, അത് മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കൺഫ്യൂഷൻ. അപ്പോൾ കൺഫ്യൂഷൻ ഫുൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയാം, ഇപ്പോൾ MS എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കാരണം ആദ്യം നമ്മൾ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് MS യൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. അതിനുശേഷം നമുക്ക് US അല്ലെങ്കിൽ USA എന്ന് പറയാം. പിന്നെ അതുപോലുള്ള കോമൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് നമ്മൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ അബ്രീവിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എക്സ്പാൻഡഡ് ഫോം തന്നെ നമ്മൾ പറയാം. അതേപോലെ തന്നെ NRI, നമ്മൾ ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് ഫോംസ് ഉണ്ട്, ഷോർട്ട് ഹാൻഡ്സ് ഉണ്ട്, അബ്രീവിയേഷൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. NRI എന്ന് പറയുമ്പോൾ മൈ ഫാദർ ഡസ് നോട്ട് റിസൈഡ് ഇൻ ഇന്ത്യ ആൻഡ് ഹീസ് എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ, ഹീസ് വർക്കിംഗ് ഔട്ട്. അത് ഏത് കൺട്രിയാന്ന് പറഞ്ഞാൽ അത് പറയാം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് വന്നു പോകുന്നതായിരിക്കും. പക്ഷേ പറ്റാവുന്നത്ര ബോധത്തോടു കൂടി പറയുക, ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഈ GRE, GMAT എന്നൊക്കെ പറയത്തില്ലേ, IELTS, അതൊക്കെ ഷോർട്ട് ഫോംസ് തന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടല്ലോ നമ്മുടെ ഈ, അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ US അപ്ലൈ ചെയ്യാനായിട്ട് GREയോ GMATോ IELTSോ അങ്ങനത്തെ എന്തെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം റിസൾട്ട്സ് കൊടുക്കേണ്ടി വന്നോ? ശരിക്കും പറഞ്ഞാൽ വേണമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇഫ് യു ആർ ലൈക്ക് ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ്, ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ആ ഫ്രഷ് ലോട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരാരെങ്കിലും GRE വേവർ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും സൊല്യൂഷൻ ഫൈൻഡിങ് സ്കില്ലും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരുന്നത്. ഈ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഓവർകം ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു വേവർ മേടിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും, ഇപ്പോൾ പലരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ള, BTech അല്ലെങ്കിൽ BE, ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുന്നത് BTech ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഏതെങ്കിലും US യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഇൻടേക്കിൽ തന്നെ പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോകുമ്പോഴത്തേക്കും അതൊരു ഇച്ചിരി റിസ്ക് ഫാക്ടർ കൂട്ടുന്നുണ്ട് അത്. കാരണം യൂണിവേഴ്സിറ്റി അത്ര പ്രോപ്പറായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യും. ആ സ്ക്രൂട്ടിനി എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടില്ല നിങ്ങൾ വർത്തി എഞ്ചിനീയർ ആണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ GRE ഉറപ്പായിട്ടും വേണമെന്ന് പറയും, വേവർ തരില്ല. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ അറിയാമല്ലോ, നമുക്ക് എന്തായാലും മീഡിയം ഓഫ് സ്റ്റഡിങ് ലേണിംഗ് എല്ലാം ഇംഗ്ലീഷാണ്.
അതുപോലെ തന്നെ എൻ്റെ കേസിൽ എങ്ങനെയാണ് വേവർ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ GRE പ്രിപ്പറേഷൻ എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ നിന്ന് നമുക്ക് വെബിനാർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. GRE സ്കോർ എൻ്റെ കേസിൽ അവർ പറഞ്ഞത് വേവ് ചെയ്ത് തരാവുന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി ഞാനൊരു വർക്ക് എക്സ്പീരിയൻസിലൂടെ തന്നെ ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് യു ഹവ് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ് യുവർ സ്കിൽ ടു സർവൈവ് ഇൻ എ industry setup, and also you have proved that you can handle sudden issues that's been thrown at you. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലിയർ നമുക്ക് വർക്ക് എക്സ്പീരിയൻസിലൂടെ നമുക്കത് വർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അവരെനിക്കൊരു വേവ് ബേസിക്കലി അവർ ആപ്ലിക്കേഷൻ തന്നേക്കുന്നവരെല്ലാം ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിൽ നമ്മുടെ റെസ്യൂമേ ഉണ്ടാവും. അതിൻ്റെ ബേസിസിലാണ് അവർ പറയുന്നത്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് തരാം എന്നുള്ളതല്ല. ബേസിക്കലി അവർ ഇമെയിൽ വഴിയൊക്കെ കൺഫർമേഷൻ അവർ തരും. GRE വേവ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്കോളർഷിപ്പും തരും. കിട്ടിയായിരുന്നു. എത്ര കിട്ടി? എനിക്ക് പെർ ഇയർ $1,000 ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ ടോട്ടൽ ട്യൂഷൻ ഫീസ് എത്ര ഉണ്ടാവും? അത് ഞാനൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് I-20 മെൻഷൻ ചെയ്യും. അത് ആക്ച്വലി ഇറ്റ്സ് എ വെരി ബിഗ് പ്ലസ് ഓൺ യുവർ DS-160 ആസ് വെൽ ആസ് യുവർ വിസ ഇൻ്റർവ്യൂ. അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. അപ്പോൾ ചിലവർ ഈ സ്കോളർഷിപ്പ് കണ്ടാലും ഇത് മൈൻഡ് ചെയ്തിട്ടുണ്ടോ അതോ യൂണിവേഴ്സിറ്റി വെറുതെ അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വെറുതെ തന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അവർ ചോദിക്കും ഡിഡ് യു റിസീവ് എനി സ്കോളർഷിപ്പ് ഫ്രം ദി യൂണിവേഴ്സിറ്റി. നമ്മൾ യെസ് പറഞ്ഞിട്ട് ഡു യു നോ ബൈ വാട്ട് എമൗണ്ട്. അവരുടെ ഫ്രണ്ടിൽ I-20 ഇരിക്കുക. അവരത് നോക്കത്തില്ല. അവർ നമ്മളോട് ആൻസർ ചോദിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പറയണം. യൂണിവേഴ്സിറ്റി ഇത്ര $1 വരെ തന്നിട്ടുണ്ട്, അത് ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആ സം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇത് തരാൻ കാരണം. അപ്പോൾ നമ്മൾ പറയാം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് തോന്നി നമ്മൾ ആ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ വിൽ ബി കൈൻഡ് ഓഫ് ആൻ ആസെറ്റ് ടു ദി യൂണിവേഴ്സിറ്റി. ഒരു എന്താ പറയുക, ഒരു ബേസിക്കലി നമ്മളൊരു യൂണിവേഴ്സിറ്റിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ആളായിരിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. അത് ആക്ച്വലി വെരി ബിഗ് പ്ലസ് ആണത്. അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ കേസും എനിക്ക് അങ്ങനെ തന്നെ തന്നതാണ്. എൻ്റെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ തന്നെ തന്നതാണ്. യൂണിവേഴ്സിറ്റിക്ക് ഒരു ആസെറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് GRE വേവറും കിട്ടി. ആ ഒരു സെയിം ഒരു സെഷനിൽ തന്നെ എനിക്ക് GRE വേവറും കിട്ടി, ഒരു സ്കോളർഷിപ്പും കിട്ടി. പിന്നെ ട്യൂഷൻ ഫീ വരുന്നത് പല യൂണിവേഴ്സിറ്റിയിൽ പലതാണ്. ഇപ്പോൾ ടിപ്പിക്കലി എൻജിനീയറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു ഇച്ചിരി കൂടുതലാണ് ബാക്കി ഫീൽഡിനെ അപേക്ഷിച്ച്. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിമാൻഡും കണ്ടമാനുള്ളത് തന്നെ എന്ത് റിസ്ക് എടുത്തും ഇത് പഠിക്കാൻ പോകുന്നൊരു അതെ അതുകൊണ്ട്. പിന്നെ ഇത് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഓഹയോ സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു അത് ഫണ്ട് ചെയ്യുന്നത്. ക്ലീവ്ലൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയാണ്. അതല്ലാതെ തന്നെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഇപ്പോൾ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന അവരും ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ അവരും ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂഷൻ ഫീ കംസ് അറൗണ്ട് അറ്റ് $24,000 പെർ ഇയർ ആണ്. അപ്പോൾ അത് അപ്രോക്സിമേറ്റ് ഇന്ത്യൻ റുപ്പീസ് എത്ര വരും? ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പീസിലൊരു അറൗണ്ട് 20 to 22 lakhs ഇടയിൽ വരും. 21 lakhs നമുക്കൊരു മീഡിയൻ എമൗണ്ട് ആയിട്ട് എടുക്കാം. So it is a 2-year program? 2-year പ്രോഗ്രാമാണ്. അപ്പോൾ 2 വർഷത്തേക്ക് 42 lakhs 43 lakhs അറൗണ്ട് ബാക്കി എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു 50 lakhs. സോ ഇത്രയൊരു എമൗണ്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? വീട്ടുകാർ ഞാൻ ഉദ്ദേശിച്ചതിലും സപ്പോർട്ടീവ് ആയിരുന്നു. അത് ഭയങ്കര ഒരു കാരണം ഞാൻ ഈ അഡ്മിഷൻ സെറ്റ് ആവുന്നവരെയുള്ള ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തന്നെ തോന്നി അപ്പോൾ വീട്ടുകാർക്ക് എനിക്ക് ഒന്നും അത്രയും കാലം കൊണ്ട് മനസ്സിലായി കാണും. സ്വയം തോന്നി ചെയ്യാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യത്തില്ല. അതെൻ്റെ ബേസ് ക്യാരക്ടറിൻ്റെ ഭാഗം.
പറയുമ്പോഴേക്കും വീട്ടുകാർ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇത് ഈ കാര്യം പറഞ്ഞിട്ട്. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം എന്തെങ്കിലും ബേസ് കാരണം അല്ല അവർക്കും അറിയാലോ അവരുടെ ഫ്രണ്ട്സും അവരുടെ മക്കളും ഇതുപോലെ പോകുന്നൊക്കെ ഉണ്ടല്ലോ. യു എസിലേക്ക് അധികം പേര് പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. സർപ്രൈസിംഗ്ലി സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് വേണം പറയാൻ. ഞാനൊരു ഭൂകമ്പം തന്നെ പ്രതീക്ഷിച്ചു, വീട്ടിലൊരു പൊട്ടിത്തെറിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ഇല്ല. ഇത്രയും രൂപ മുടക്കി ഈ സമയത്ത് പഠിക്കാൻ പോണോ അല്ലേ? അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്കറിയാം ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യം. ക്വസ്റ്റ്യൻ വാസ് ഇറ്റ് വർത്ത് ഇറ്റ് അല്ലെങ്കിൽ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? യു എസിൽ പോയി ഒരു 50 lakhs സ്പെൻഡ് ചെയ്ത് നമ്മുടെ കരിയറിൽ നിന്ന് ഒരു 2 years ഗ്യാപ്പ് എടുക്കാന്ന് പറയുന്നത് ഈസ് ഇറ്റ് റിയലി വർത്ത് ഇറ്റ്? ആക്ച്വലി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ ചെയ്യാവുന്ന ആക്ടിവിറ്റീസിന് എല്ലാത്തിനും പേയ്മെൻ്റ് ഉണ്ട്. ഇന്ത്യയിലെ പോലെ അല്ല. അവിടെ എന്തെങ്കിലും നമ്മളൊരു ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ ജോബ് അവർ റിവാർഡ് ചെയ്യുന്നത് പൈസ വെച്ചിട്ടാണ്. നമ്മുടെ ഒരു എഫേർട്ടും പൈസ ഇല്ലാതെ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കേസ് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ആക്ടിവിറ്റീസ് ഉള്ള കോളേജാണെന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി കോളേജും ടയർ 3 യൂണിവേഴ്സിറ്റീസും ഒന്നും പൊതുവേ ചൂസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. ഇപ്പം നമുക്ക് ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടും, അതായത് ഇപ്പം നമ്മുടെ പ്രൊഫസേഴ്സ് എന്തെങ്കിലും റിസർച്ചിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സിലബസിൻ്റെ ഈ രീതിയിൽ കാര്യങ്ങൾ അവർക്ക് നേരെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിൽ അവർക്ക് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മതിയാവുമല്ലോ. അപ്പം അതിന് വേണ്ടി ടീച്ചിങ് അസിസ്റ്റൻസ്, ഗ്രാജുവേറ്റ് അസിസ്റ്റൻസ്, അതേപോലെ തന്നെ റിസർച്ച് അസിസ്റ്റൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഹയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിനൊക്കെ പെർ അവർ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. ഞാൻ കുറച്ച് പേരുടെ ഈ പുറത്ത് പഠിക്കാൻ പോയവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവർ 0 ട്യൂഷൻ ഫീൽ, അതായത് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഈ ഗ്രാജുവേറ്റ് അസിസ്റ്റൻ്റായിട്ട് റിസർച്ച് ടീച്ചിങ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് അവർ വർക്ക് ചെയ്തതിൻ്റെ പേര്, പ്രൊഫസർമാരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ട്യൂഷൻ ഫീ വേവ് ചെയ്ത് കളഞ്ഞ പോലെ ഇപ്പോൾ $0 അവർ പഠിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബേസിക്കലി നമുക്ക് അങ്ങനെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ ഈ പുറത്ത് പോയിട്ട് റിസ്ക് എടുത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ്. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് യു ഷുഡ് ഓൺലി സ്റ്റഡി. പക്ഷേ ഇത് നമ്മുടെ പ്രൊഫസറിനെ അസിസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ സ്റ്റഡീസിനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഡൈവേഴ്സ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്കിൽ നോളജബിൾ ആവുകയാണ്, സ്കിൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഒരു റിസർച്ച് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ട്രജക്ടറി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശരിക്കും പറയാം നമ്മൾ എയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് പേയ്മെൻറ്റും കിട്ടും. നമുക്ക് അങ്ങനെ പേയ്മെൻറ്റ് എടുക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനൊരു റെഗുലർ ജോബായിട്ട് US ഗവൺമെൻറ് കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന പോലെ വേണമെന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു $0 പഠിച്ചിറങ്ങാവുന്നുള്ളൂ. ഇപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും അങ്ങനെ എടുക്കുന്നതിനൊരു പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതായത് എനിക്കൊന്ന് ഫസ്റ്റ് സെമസ്റ്ററിൽ അങ്ങനെ എടുക്കില്ല. ഫസ്റ്റ് സെമസ്റ്ററിൽ GPA അവിടെ 4 പോയിൻറ്റ് സ്കെയിലാണ്. അപ്പോൾ 4 പോയിൻറ്റ് സ്കെയിൽ GPAയിൽ എനിക്കൊന്ന് ചിലവർ പറയും 3 മിനിമം വേണം, അല്ലെങ്കിൽ 3.2 വേണം, അല്ലെങ്കിൽ 3.5 വേണം. അങ്ങനെ ഒരു മിനിമം GPA റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി അപ്ലൈ ഫോർ TA, RA, GA എന്നൊക്കെ പറയുന്ന ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പ്, ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ്, റിസർച്ച് അസിസ്റ്റൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സംഗതികളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി വി ആർ ഗെറ്റിംഗ് പെയ്ഡ് വൈൽ വി ആർ ബീങ് ആസ് എ സ്റ്റുഡൻറ്റ് വി ക്യാൻ ഗെറ്റ് പെയ്ഡ്. അപ്പോൾ അങ്ങനൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്കറിയില്ല വേറെ രാജ്യത്ത് അത് കൊടുക്കുന്നത്. US-ൻ്റെ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് തന്നെ അങ്ങനെയാണ്. മെറിറ്റ് ഉണ്ടെങ്കിൽ അത് റിവാർഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്. നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യുക എന്നുള്ള രീതിയിലല്ല അവരതിനെ കാണുന്നത്. നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യും, യു വിൽ ഗെറ്റ് റിവാർഡഡ് ഫോർ ഇറ്റ്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയധികം ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ആകെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ആ മിനിമം ത്രഷോൾഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞില്ലേ 3 GPA 3.2 GPA ഒക്കെ വേണമെന്നൊക്കെ പറയാറില്ലേ ചിലപ്പോൾ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം നമ്മളവിടെ ഒരു ഈസി വേ ഔട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പേര് ഡീപ്പോർട്ടേഷനൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ത്യൻസ് തന്നെ നടത്തുന്ന ബിസിനസ്സസ് ഉണ്ട്. അവിടെ പോയിട്ട് ക്യാഷ് ജോബ്സ് ചെയ്യുക,
ഗ്യാസ് സ്റ്റേഷൻസിൽ പോയിട്ട് അതൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ ഒരു $10,000 to $12,000 ഒരു വർഷം കിട്ടത്തുള്ളൂ. അതും അവർ പറയുന്ന അവേഴ്സിൽ ലെസ് ദാൻ മിനിമം വേജിൽ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താ, നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനൊരു ഓപ്ഷൻ ഇല്ല അവിടെ. അതെ എന്നെ മിസ്ട്രീറ്റ് ചെയ്യാന്ന് പറയാനൊരു ഓപ്ഷൻ ഇല്ല. അതൊക്കെ സഹിച്ചപ്പോൾ നിങ്ങൾ ഈ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചു പോകേണ്ടി വന്നാൽ നമുക്ക് ട്യൂഷൻ ഫീ നമുക്ക് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഇല്ല ട്യൂഷൻ ഫീ അടച്ചതാ. അപ്പോൾ അത്രയും വലിയ ലോണും വെച്ചു, അത്രയും ട്യൂഷൻ ഫീ കൊടുത്തു. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ടേഷൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ മിനിമം 5 to 10 years യു എസിൽ പിന്നെയും കാലുകുത്താൻ കയറാൻ പറ്റില്ല. പറ്റില്ല. അതെ. ചിലപ്പോൾ ലൈഫ് ലോങ്, അതായത് സീരിയസ് ക്രൈമും കൂടി അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് എന്ന് വല്ലതും It's a ban. ഇറ്റ്സ് എ ലൈഫ് ലോങ് ബാൻ. അത്രയും വലിയ റിസ്ക് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങളുടെ ആകെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അവർ പറയുന്ന പഠിക്കുക. റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ട് നിങ്ങളുടെ ആ നെറ്റ്വർക്കിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അവർ എനിക്ക് തോന്നുന്നു ആ വെബിനാറിൽ തന്നെ അവർ പറഞ്ഞു, നിങ്ങളുടെ ഇവിടുത്തെ സർവൈവൽ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ആ നെറ്റ്വർക്ക് എങ്ങനെ എത്ര പ്രോംപ്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ സ്റ്റുഡൻസ് ക്ലബ്സ് അത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അല്ലേ, ഒത്തിരി help കുറേ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ അറിയാനായിട്ട്. ഒരുപാട് കാര്യങ്ങൾ. യെസ്, ഓക്കെ. അപ്പം ഈ എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ വിക്ടോറിയാസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? എനിക്ക് വിക്ടോറിയാസിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു. അതിൽ ഓക്കെ നമ്മൾ ഓപ്ഷൻസ് ഏതായിരിക്കും എൻ്റെ കാര്യത്തിന് വേണ്ടി ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തന്നത് വിക്ടോറിയാസ് എന്ന് തന്നെയാണ്. ഓക്കെ അവർ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ലോണിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയായിരിക്കും, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണ്ടി വരും, ഇന്ന ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കണം. അതിനുശേഷം എനിക്ക് ബാങ്കിൽ നിന്ന് എനിക്ക് നേരിട്ട് ഒരു കോണ്ടാക്റ്റിനെ അവർ അയച്ചു തന്നു. എന്നിട്ട് ആൾ വഴിയാണ് ഞാൻ ബാക്കി എല്ലാം മൂവ് ചെയ്തത്. വിക്ടോറിയസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗ ഈസി വാസ് ദ പ്രോസസ്? ലൈക്ക് എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ പാസ്സായത്? നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ പോയി നടക്കുന്ന ഒരു 5-6 തവണ ബാങ്കിൽ പോകേണ്ട വന്നോ, ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവിനെ മീറ്റ് ചെയ്യേണ്ട വന്നോ? എനിക്ക് എൻ്റെ ഡോർ സ്റ്റെപ്പ് വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. വന്നിട്ടില്ല. എല്ലാം വീട്ടിലിരുന്ന് തന്നെ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 1 വീക്കിന് എനിക്ക് കിട്ടുമായിരുന്നു. നമ്മുടെ ഞാനീ പറഞ്ഞില്ല, ആ കോണ്ടാക്റ്റിൻ്റെ ബോസ് വെക്കേഷനിലായിരുന്നതുകൊണ്ട് ഒരു വീക്ക് ഡിലേ ആയത്. ശരിക്കും പറഞ്ഞാൽ കക്ഷിക്ക് തന്നെ പുള്ളി വേണമെങ്കിൽ എനിക്ക് എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഐ ആം ഓൺ എ വെക്കേഷൻ, ഐ ക്യാൻ ഹെൽപ്പ് യു ഇഫ് റിക്വയർഡ്. ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല, വെക്കേഷൻ അടിച്ചു പൊളിച്ചിട്ട് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ആ ഒരു 1 വീക്ക് ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം. എല്ലാം വീട്ടിൽ തന്നെ ചെയ്തത്. ശരി, എൻ്റെ അപ്പോൾ ഒരു ഡോക്യുമെന്റ് കൊടുക്കാൻ പോലും ഞാൻ ബാങ്കിൽ പോയിട്ടില്ല. പോയിട്ടില്ല. ഒന്നും കൊടുക്കാൻ, എൻ്റെ ID പോലും കൊടുക്കാൻ ഞാൻ ബാങ്കിൽ പോയിട്ടില്ല. ഡോർ സ്റ്റെപ്പ് വിട്ട് പോകേണ്ടി വന്നിട്ടില്ല ലോണിൻ്റെ കേസ്. വെരി ഗുഡ്. സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ വിക്ടോറിയാസിൽ എത്ര തവണ പോകേണ്ടി വന്നു? അവരെ നേരിട്ട് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഓർ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? കാണേണ്ട ആവശ്യം ഉണ്ടായെന്ന് വെച്ചാൽ അത് നമ്മുടെ ആവശ്യം മാത്രമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നോന്ന് വെച്ചാൽ വേണമെന്നില്ല, അത് അയച്ചാൽ അത് ബാക്കി ഇവിടെ നിന്ന് ചെയ്തോളാം എന്നല്ല, എപ്പോഴും സപ്പോർട്ടായിരുന്നു. ഞാൻ കാണാൻ ചെന്നിട്ടുള്ളതെല്ലാം ഞാൻ കാണണമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വിളിച്ചു വരുത്തുക എന്നുള്ള പരിപാടിയേ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സ്മൂത്ത് ഹാസിൽ ഫ്രീ പ്രൊസീജിയേഴ്സ് ആയിരുന്നു അതെല്ലാം. വാട്ട് അബൌട്ട് ദ വിസ പാർട്ട്? വിസ ഡോക്യുമെന്റ്സ് അവർ ലൈക്ക് വന്നിരുന്ന് നോക്കിയോ, അതോ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ആയിട്ട് എടുത്തു തന്നോ, അങ്ങനെ എന്തെങ്കിലും? അതെല്ലാം എൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ വന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ ചേഞ്ച് വരുത്തണമെന്ന് 1 by 1 ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എനിക്ക് ചെക്ക് ചെയ്ത് തന്നു. അതേപോലെ തന്നെ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പോകുന്ന വഴിക്ക് അതും കൂടി എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. നമ്മൾക്ക് പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഓരോ ഡോക്യുമെൻറ്റ്സും ഓരോ ടൈപ്പ് ഡോക്യുമെൻറ്റ്സ് ആണല്ലോ, അത് മിക്സപ്പ് ആവാതെ ഓരോ നമ്മുടെ ഫയൽ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാർമോണിയം ഫയലാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ അറയിലും വയ്ക്കേണ്ടത് ഏത് ടൈപ്പ് ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് അതുവരെ സോർട്ട് ചെയ്ത് തന്നു. സോ അതെല്ലാം നല്ല പക്കയായിട്ട് ചെയ്ത് തന്ന. അതെ. സോ എങ്ങനെയാണ് വിക്ടോറിയാസിനെ പറ്റി അറിഞ്ഞത്? ഹൗ യു റീച്ച് ദേർ? എനിക്ക് അതേപറ്റി അറിയാൻ ഒരു ആഗ്രഹം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത് നടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര റാൻഡം ആയിട്ടാണ് എനിക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനും
ഷാലിക്കും ഒരുമിച്ച് പഠിച്ചവരാണ്, സ്കൂൾ മേറ്റ്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ക്ലാസ്സിൽ പഠിച്ച വേറൊരു കക്ഷിയുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്കുമാണ് ഷാലിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫോറിൻ എഡ്യൂക്കേഷൻ്റെ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇത് പക്ഷേ ആലോചിക്കണം 2021 അന്നിപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കമ്പനി ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെൻ്റെ മെമ്മറിയിൽ എവിടെയോ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കുന്ന സാധനമല്ലല്ലോ. ഓക്കെ, കൂടെ പഠിച്ച ആളാണ്, ഇതിൻ്റെ പോലെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഓക്കെ ഫൈൻ. അപ്പോൾ ഈ പഠിക്കുന്ന കേസ് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് വളരെ റാൻഡമായിട്ട് ഇവിടെ എടപ്പള്ളിയിൽ വെച്ചൊരു സ്റ്റോറിലോ, എനിക്ക് തോന്നുന്നു ഒരു അപ്പാരൽ സ്റ്റോറാണെന്ന് തോന്നുന്നു, അവിടെ വെച്ചിട്ട് വളരെ റാൻഡമായിട്ട് ഷാലിക്കിനെ പിന്നെയും കണ്ടു. അപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, അല്ല ഷാലിക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ബേസിക്കലി എൻ്റെ മനസ്സ് ആദ്യം അടുപ്പിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉടായ്പ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആരെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കും എന്നുള്ളതിനെ പറ്റി ഇതൊക്കെ ടെൻഷനായിരുന്നു. ഇതാകുമ്പോൾ എനിക്ക് ടെൻഷനില്ല. അല്ല, അതുപോലെ തന്നെ ഇതേപോലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉടായ്പായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന പൊട്ടൻഷ്യൽ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഷാലിക്ക് എവിടെ താമസിക്കുന്നതെന്ന് അറിയാം, അവന് ഞാനും എവിടെ താമസിക്കുന്നതെന്ന് അറിയാം. അപ്പം ബേസിക്കലി ഇവിടെ ഒരു പറ്റിക്കലിന് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടാവും, ഷാലിക്ക് എടാ നിൻ്റെ ഓഫീസിൻ്റെ പേരെന്നാ പറഞ്ഞാൽ വിക്ടോറിയാസ് എന്നാണ്, ഇന്ന സ്ഥലത്താണ്, ഇത്ര സമയത്ത് വന്നാൽ മതി. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിക്ടോറിയാസിനെ ഞാൻ ആദ്യത്തെ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. വളരെ റാൻഡമായിട്ട് ഇത് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറയാം, എൻ്റെ മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മളിത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട്, എഫേർട്ടും ടൈമും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആരെ വിശ്വസിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അത് എനിക്ക് ഇനീഷ്യലി മാറിക്കിട്ടി. ശരി. അപ്പോൾ വന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിഡ് യു തിങ്ക് ദേ വെർ റിസോഴ്സ്ഫുൾ, അല്ലെങ്കിൽ അവർക്ക് അത്ര ഇൻഫർമേഷൻ അറിയാം, അല്ലെങ്കിൽ അവർക്ക് ഈ രാജ്യം ചെയ്ത് പരിചയമുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടൊരു കൺസ്ട്രെയിൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്ന് വെച്ചാൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ട് ഒരാളെ അലട്ടുന്നതിലൊരു പരിധിയില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ഇൻഫർമേഷൻ എല്ലാം പക്കയായിട്ട് തരും. പക്ഷേ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തലയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ജോലിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി അതിൻ്റെ ഇടയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മെമ്മറിയിൽ കുറച്ച് മിസ്സാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ തന്നെ, ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നത്, അതിപ്പം മറന്നു അല്ലോ എന്ന് വിചാരിക്കും. അപ്പം എനിക്ക് അങ്ങോട്ട് വിഷമം തോന്നിയതല്ലാതെ എന്നെ ഇൻഫർമേഷൻ ഒന്നും തരാതെ ഇതുവരെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. അതെല്ലാവരും നല്ല പക്ക ഡീൽ ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല ഓക്കെ ആയിരുന്നു, എക്സലൻ്റ് ആയിരുന്നു. ശരി. ബിഗ്ഗസ്റ്റ് ലേണിംഗ് കർവ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ഹോൾ പ്രോസസ്സിൽ നിന്ന് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചത്? സത്യം പറഞ്ഞാൽ നമുക്കൊരു ഈ ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ഫ്ലൈയിങ് കളേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ബിഗ്ഗസ്റ്റ് ലേണിംഗ് പ്രോസസ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയധികം പേപ്പർ വർക്കും ഇത്രയധികം എഫേർട്ടും ഇത്രയധികം ടൈമും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പോകുന്നതെന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. ആ പ്രൊസീജിയർ തന്നെ ഇങ്ങനെ അത്ര ടീഡിയസ് ആണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ എമൗണ്ട് ഓഫ് പേപ്പർ വർക്ക് ഇൻവോൾവ് എന്ന് പറയുന്നത് തന്നെ ഒരു റിഡിക്കുലസ് എമൗണ്ട് ഓഫ് പേപ്പർ വർക്കാണ്. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഒന്നും വേണ്ടി വന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മളെന്താ പറയുക, ഒരു മെയിൻ മാച്ചിന് മുമ്പൊരു ട്രയൽസ് നമ്മൾ നോക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അപ്പോൾ അത്രയും റെസ്പോൺസിബിളായിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് അതിന് മുമ്പുള്ള കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഈ പ്രോസസ്സിൽ നിന്ന് എടുക്കാവുന്ന ഏറ്റവും വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ഇവിടെ വിക്ടോറിയസിൽ നിന്ന് സമ്മതിച്ചാൽ വരില്ല. ഇത്രയും പിള്ളേരെ അറ്റ് എ ടൈം
ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരു ലെഫ്റ്റ് ഔട്ടായി എന്നുള്ളൊരു ഫീലിംഗ് തരാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്കില്ലാണത്. അത് ഫ്രണ്ട് ആയതുകൊണ്ടാണോ ഇത്രയൊരു സ്പെഷ്യൽ കെയർ? ഞാനത് ആലോചിച്ചു, ഇത് ഇനി ഞാനായതുകൊണ്ടാണോ, നമുക്ക് പേരൻസിനൊക്കെ അറിയാവുന്നതാണ്, ഇനി അവരുടെ മുമ്പ് ഒരു ചീത്തപ്പേര് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ അതൊക്കെ ആദ്യമേ നമ്മൾ ആലോചിക്കായിരുന്നു. പക്ഷേ ഞാൻ ഓഫീസിൽ വിസിറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും ആരോടെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനിലായിരിക്കും. സ്റ്റാഫാണെങ്കിലും ആരാണെങ്കിലും എല്ലാത്തിലും പക്കയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു വെൽ ഓയിൽ മെഷീൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതെൻ്റെ ഒരു പിക്യുലിയർ കേസാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ശരി. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അക്കോമഡേഷൻ റെഡി ആയോ? അക്കോമഡേഷൻ നമ്മൾ ഹൗസിംഗ് ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയൊക്കെ പോലെയില്ലേ, അതായത് ഒരു പബ്ലിക് റോഡ് നടുക്ക് കൂടി പോവുകയാണ്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് എന്ന് വെച്ചാൽ ഒരു വാൾഡ് യൂണിവേഴ്സിറ്റി അല്ല, ഒരു കോട്ടയ്ക്കകത്ത് പെട്ടുപോലുള്ളൊരു ഇതല്ല, ഉണ്ടാവില്ല. വെരി മച്ച് ഒരു എൻവയൺമെൻറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു സൈഡിൽ സ്കൂൾ ഓഫ് ലോ ആയിരിക്കും, ഒരു സൈഡിൽ സ്കൂൾ ഓഫ് ബിസിനസ് ആയിരിക്കും, ഒരു സൈഡിൽ പറഞ്ഞ എൻജിനീയറിംഗ് കോളേജ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കേസ് പറയാൻ വാഷ്കവിക്സ് എൻജിനീയറിംഗ് കോളേജാണ്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ബിസിനസ്, സ്കൂൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഹൗസിംഗ് ഫോം ചോദിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റൂം ടൂർ അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവരതിൽ പ്രൊവൈഡ് ചെയ്യുന്ന അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എത്ര റൂമുണ്ടാവും. പിന്നെ ബേസിക്കലി ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ചിട്ട് എന്ത് റൂമാണെങ്കിലും, ഇപ്പോൾ US നമ്മളൊരു ഹോട്ടൽ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കിച്ചണെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദ ബെഡ്റൂം ആൻഡ് ലിവിങ് റൂം ചെറിയൊരു കിച്ചൺ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂം എടുത്താലും അങ്ങനെ ഉണ്ടാവും. ഇത് അങ്ങനെ തന്നെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്വന്തം ഫുഡ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. പിന്നെ മീൽ ഫോം നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 2 നേരത്തെ ഫുഡ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹൗസിംഗ് ഫോമിൻ്റെ കൂടെ തന്നെ അത് ഇൻക്ലൂഡഡ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് മാറണമെന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു 21 വയസ്സിൽ താഴെയുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഇൻ ഹൗസ് അക്കോമഡേഷൻ കമ്പൾസറി ആയിട്ടുള്ളൂ. യെസ്, അത് മാൻഡേറ്ററി ആണ്. 21+ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ കോഴ്സാണെന്നുണ്ടെങ്കിൽ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 വർഷം, എനിക്കൊന്ന് 1 വർഷമാണ്, ഒരു സെമസ്റ്റർ ആണെന്ന് എനിക്കറിയില്ല, 1 വർഷം അവരുടെ ഹൗസിംഗ് ഓപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മാൻഡേറ്ററി ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിനൊന്നും, അതായത് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അതിനുശേഷം വരുന്നവർക്കൊന്നും മാൻഡേറ്ററി അല്ല. ഓക്കെ. അനന്ത് മാരീഡ് ആണല്ലോ, അപ്പോൾ വൈഫിനെയും കൂടെ കൊണ്ടുപോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. വൈഫിനെയും കൂടി കൊണ്ടുപോകുന്ന എൻ്റെ പ്ലാനിൽ, വെരി മച്ച് ഇൻ മൈ പ്ലാൻ. ഒരുപാട് നോക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അതിന് അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിപ്പെൻഡൻറ്റിന് വേണ്ടിയിട്ട് F2 ആണ് ഡിപ്പെൻഡൻറ്റ് വിസ. അതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇവർക്കും ഒരു I-20 അയക്കും യൂണിവേഴ്സിറ്റി. ആ I-20 ഇതുപോലെ വിസ ഓഫീസറുടെ ഫ്രണ്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ ഇത് ചെയ്തിട്ട് അപ്രൂവ് ചെയ്താൽ മാത്രമേ വൈഫിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ശരി, എവിടെയാണ് ഈ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്? എനിക്ക് വിക്ടോറിയസ് തന്നെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള കാര്യം, ഇതെല്ലാം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വൈഫിനും ആ രീതിയിലൊരു ട്രെയിനിങ്ങും എക്സ്പോഷറും കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിക്ടോറിയയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇനി എന്നാണ് US ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വൈഫിൻ്റെയും കൂടെ വന്നിട്ടാണോ അതോ ഇമ്മീഡിയറ്റ്ലി ഞാനത് പോവാനാണോ? ഹോപ്പ്ഫുള്ളി വൈഫിനും കൂടി ആ സമയത്തിനുള്ളിൽ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ വെരി വെരി ഹാപ്പി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, പുതിയ സ്ലോട്ട്സ് ഇൻ്റർവ്യൂവിന് അലോ ചെയ്തിട്ടില്ല. അവരവരുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയയൊക്കെ വെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ പുതിയ സെറ്റപ്പ് എങ്ങനെയായിരിക്കും എന്ന് റിലീസാവുന്നതിനെ പറ്റി ഇതുവരെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവായി കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് വൈഫിനെ കൊണ്ട് പോകാൻ തന്നെയാണ് നമുക്ക് പ്ലാൻ. പിന്നെ എനിക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു വിക്ടോറിയാസ്, ഗ്രേറ്റ് എസ്കേപ്പ് ബൈ വിക്ടോറിയാസ്. അപ്പോൾ അതുവഴി ബുക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ പറ്റിയ ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2 പേർ, ഇപ്പോൾ ഇഫ് ഐ എം ലക്കി 2 പേർക്കും കൂടി ഒരുമിച്ച് തന്നെ ബുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ ആനന്ദു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ് മീ. ഇനി എന്നോട് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വാണ്ട് ടു ആസ്ക്? ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ആവശ്യത്തിലധികം ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒരു ബേർഡൻ ആവണോ വേണ്ടോ എന്ന് ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം നല്ല ചിരിച്ച മുഖത്തോടുകൂടി തന്നെ എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട്. വെരി ലെസ് ക്വസ്റ്റ്യൻസ്. ഇനി അവിടെ പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഒരു ഫിയർ ഓഫ് അൺനോൺ എന്തായാലും ഉണ്ടല്ലോ, നമുക്കൊരു ടെൻഷനുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ടാണെങ്കിലും സപ്പോർട്ടിങ് ഹാൻഡ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ. ആബ്സല്യൂട്ട്ലി. യെസ്. അപ്പോൾ താങ്ക് യു ആനന്ദു, താങ്ക് യു സോ മച്ച്. പ്ലഷർ സ്പീക്കിംഗ് ടു യു. താങ്ക് യു.